ഹായ് ഹലോ. ഇന്നൊരു ചെറിയ യാത്രാ വീഡിയോ ആണ്. ഇന്ന് കണ്ണൂർ വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്, അങ്ങനെ ഇറങ്ങിയതാണ്. കണ്ണൂർ പോകുന്ന വഴിക്ക് പറശ്ശിനിക്കട അമ്പലത്തിലും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ ബൈക്ക് എടുത്തിട്ട് നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകും. അവിടുന്ന് ചേട്ടൻ്റെ വണ്ടി എടുത്തിട്ട് പോകാനാണ് തീരുമാനം. സമയം ഇപ്പോൾ രാവിലെ ഏകദേശം 7:30 നല്ല മഴക്കാറുണ്ട്. രാത്രി മഴ പെയ്തിരുന്നു. പിന്നെ ഈ റോഡ് എന്ന് പറയുന്നത് കമ്മാടം വെള്ളരിക്കുണ്ട് റോഡാണ്. ഇതിൽ ഏകദേശം 1 കിലോമീറ്റർ പോകുമ്പോൾ ചേട്ടൻ്റെ വീടെത്തും. രാത്രി മഴ പെയ്തിരുന്നു. രാവിലെ നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യുമെന്നറിയില്ല. ചേട്ടൻ്റെ വീട് എത്താറായി. ഇതൊരു മഴ പെയ്തിട്ടില്ല. അങ്ങനെ ചേട്ടൻ്റെ വീട്ടിലെത്തിയതാണ്. ചേട്ടൻ്റെ വണ്ടി, എൻ്റെ വണ്ടി ഇവിടെ സൈഡാക്കി വെച്ചു. ഇനിയിപ്പോൾ ചേട്ടൻ്റെ വണ്ടി എടുത്തിട്ട് അതിലാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. അങ്ങനെ വണ്ടി എടുത്തു. ഇനി നേരെ മുന്നോട്ട്. ഇപ്പം ഞങ്ങൾ കൂരാങ്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അങ്ങനെ പോകുമ്പോൾ വണ്ടിയിൽ എണ്ണയില്ല. അങ്ങനെ എണ്ണ അടിക്കാമെന്ന് വിചാരിച്ച് പ്ലാച്ചിക്കര പമ്പിൽ കയറ്റി 1000 രൂപയുടെ എണ്ണ അടിച്ചു. ഇന്ന് പെട്രോളിന് വില എന്ന് പറയുന്നത് 106 രൂപ 62 പൈസയാണ്. അങ്ങനെ 9 ലിറ്റർ 380 മില്ലി എണ്ണ കിട്ടി. അങ്ങനെ അവിടുന്ന് എണ്ണ അടിച്ച് നേരെ മുന്നോട്ട്. ഈ പ്ലാച്ചിക്കര പെട്രോൾ പമ്പിൻ്റെ അടുത്ത് തന്നെ ഭീമനടി റിസർവ് ഫോറസ്റ്റാണ്. ഇനിയിപ്പോൾ കുറച്ച് ദൂരം റിസർവ് ഫോറസ്റ്റിലൂടെയാണ് യാത്ര. റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റമോ അവിടുന്ന് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതെല്ലാം കുറ്റകരമാണ് എന്നുള്ള ബോർഡൊക്കെ ഇവിടെ കാണാം. ഇതാണ് റിസർവ് ഫോറസ്റ്റിനകത്തുള്ള റോഡ്. ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. നല്ല വേനൽക്കാലത്തൊക്കെ നല്ല ഒരു AC-ക്കകത്ത് ഒരു കുളിർമ കിട്ടും. നല്ലൊരു തണുപ്പ്, അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ഭീമനടി എത്തി. ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടും രാവിലെ ആയതുകൊണ്ടും വലിയ തിരക്കും വാഹനങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ കുന്നുംകൈ എത്തി. മഴ പെയ്യുമെന്നറിയില്ല. ഈ പാലം എന്ന് പറയുന്നത് മുക്കട പാലം. ഇവിടെ കുറച്ച് വർഷം മുമ്പ് ഒരു സിമെൻറ്റ് ലോറി മറിഞ്ഞ് ഒരാൾ മരണപ്പെടുകയുണ്ടായി. അന്ന് തന്നെ വൈകിട്ടൊരു ഗ്യാസ് ലോറിയും മറിഞ്ഞു. അങ്ങനെ ഒരു അപകടം സംഭവിച്ചൊരു പാലമാണ്. ഇതിപ്പം ചായോത്ത് പെൻഷൻ മുക്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇപ്പോൾ അവിടുന്ന് നേരെ കയ്യൂർ, ഇതിപ്പോൾ കയ്യൂർ അരയാക്കടവ് പാലം എന്ന് പറയുന്നു. അങ്ങനെ ഈ പാലം കിടന്ന് നേരെ കയ്യൂർ വഴി ചീമേനി പോയിട്ട് അവിടുന്ന് ഒരാളെയും കൂടെ കൂട്ടാനുണ്ട്. അവിടുന്ന് ഒരാളെയും കൂടെ കൂട്ടി അങ്ങനെ യാത്ര പോകാനാണ് പരിപാടി. ഇതിപ്പോൾ കോത്തായ്മുക്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇനിയിപ്പോൾ നേരെ NH 66 ഇതിപ്പോൾ NH 66. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ ഹൈവേയുടെ പണി അങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഓർഡറിൽ ഗതാഗതം ഒരു ഓർഡറിലൊന്നുമല്ല, ഇങ്ങനെ അയലിയിലേക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ വണ്ടി വിടുന്നുണ്ട്. കുറേ സ്ഥലത്ത് പണി നടക്കുന്നു, കുറച്ചൊക്കെ സ്ഥലത്ത് പണി പൂർത്തിയായ പോലെ കാണുന്നുണ്ട്. ഇനി കുറേ സ്ഥലത്തൊക്കെ പണി ചെയ്യാനുണ്ട്. ബൈപ്പാസ് റോഡിന് വീതി കുറവാണ്, ഫുള്ള് കട്ടും. അങ്ങനെ ഞങ്ങൾ പറശ്ശിനിക്കട എത്തി. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് 40 രൂപയാണ്. നല്ല തിരക്കുള്ള ദിവസമാണ്. ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നേരെ അമ്പലത്തിലേക്ക്. അമ്പലത്തിലേക്ക് പോകുന്നതിൻ്റെ വഴിയുടെ ചുറ്റുപാടും കുറേ കടകളുണ്ട്. അങ്ങനെ ഇത് അമ്പലത്തിൻ്റെ പ്രവേശന കവാടം. ഇന്ന് ഭയങ്കര തിരക്കാണ്. ഞാൻ ഈ പറശ്ശിനിക്കട അമ്പലത്തിൽ 10-30 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും തിരക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താ പ്രത്യേകത എന്നറിയില്ല. അവിടെ നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിൽ ആളുണ്ട്. ഇതിപ്പോൾ അമ്പലത്തിലോട്ട് കയറുന്ന വാതിലിൻ്റെ ഉള്ളിലുള്ള തിരക്കാണ്. എങ്ങനെ കയറുമെന്നറിയില്ല. ഇത് അമ്പലത്തിൻ്റെ അകത്തുള്ള തിരക്ക്. അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഞാനത് ജനൽ വഴി എടുത്തതാണ്. ഇവിടെ നിരോധിച്ചിട്ടുള്ള ബോർഡുകൾ കാണാം. ഭയങ്കര തിരക്കാണ്.
അങ്ങനെ ഒരു വിധത്തിൽ കയറി തൊഴുത് ഇറങ്ങി. ഇത് പുറത്തുനിന്നുള്ള വ്യൂ ആണ്. ഇത് വളവട്ടണം പുഴയാണ്. ഇവിടെ ഒരു സെൽഫി പോയിന്റ് എന്ന് പറയുന്നതാണ് ഇത്. ഇവിടെ വരുന്നവരെല്ലാം ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെക്കുന്ന കാണാം. ഇത് വളവട്ടണം പുഴ. ഈ മുത്തപ്പൻ്റെ അടുത്ത് വരുന്ന കൂട്ടത്തിൽ ഇവിടെ ഒരു പിന്നെ എന്താ പറയുക, ബോട്ട് സർവീസൊക്കെ ഉണ്ട് ഇവിടെ. അതിന് ഒരാൾക്ക് 50 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. അതുപോലെ ഇവിടെ നിന്നും പിന്നെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ ജലഗതാഗത വകുപ്പിൻ്റെ എന്താ പറയുക സർവീസുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവരുടെ തന്നെ ഉല്ലാസ ബോട്ട് സർവീസും ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസോടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ട്. ഇതിൽ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 ആണ്. നല്ലൊരു അടിപൊളി ബോട്ടാണ്. കാണാൻ നല്ല രസമുണ്ട്. നല്ല വൃത്തി നീറ്റാണ്. അപ്പോൾ ഇതിൽ 100 പേർക്കാണ് ഇതിൽ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് എഴുതി കാണുന്നത്. അതുപോലെ ലൈഫ് ജാക്കറ്റ് ഒക്കെ അതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാം. അപ്പോൾ ഈ ബോട്ടിൽ യാത്ര ചെയ്യുന്നവരെല്ലാം ലൈഫ് ജാക്കറ്റ് ധരിക്കണമെന്ന് നിർദ്ദേശങ്ങളും എല്ലാം ഇവിടെ എഴുതി വെച്ച ബോർഡുകളെല്ലാം കാണാം. ഇതാണ് ഡബിൾ ഡെക്കർ. പിന്നെ ഇതിന് പെർ ഹെഡ് 50 രൂപയാണ് ചാർജ്. പിന്നെ ഒരു ഫാമിലിക്ക് മാത്രമായിട്ട് ചെറിയ ബോട്ടുകൾ എടുക്കാൻ പറ്റും. മണിക്കൂറിന് എന്തോ 1800-2000 രൂപ അങ്ങനെ എന്താ തോന്നുന്നു സർവീസ് ചാർജ്. പിന്നെ ഡബിൾ ഡെക്കർ അല്ലാത്തതും ഉണ്ട്. ഈ ഡബിൾ ഡെക്കർ ബോട്ടിൽ സിറ്റിംഗ് കപ്പാസിറ്റി 75 തോന്നുന്നു. ഇതും ഇങ്ങനെ ഒരു ഗ്രൂപ്പിന് മൊത്തത്തിൽ ബുക്ക് ചെയ്തെടുക്കാം. മണിക്കൂറിന് 1800-2000 അങ്ങനത്തെ ഫീസാന്ന് തോന്നുന്നു. കറക്റ്റ് അറിയില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ യാത്ര പിന്നെ ഇത് കണ്ടോ, അങ്ങനെ 5 വയസ്സിന് മുകളിലുള്ളവർ ടിക്കറ്റ് എടുക്കണം. യാത്ര ചെയ്യുമ്പോൾ ലൈഫ് ജാക്കറ്റ് ധരിക്കണം എന്നുള്ള ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഫാമിലിക്ക് വേണ്ടിയുള്ള ചെറിയ ബോട്ട്. ഇതിന് മണിക്കൂറിന് 1800 തോന്നുന്നു. അതുപോലെ ഇവിടെ ഒരു ഓർമ്മകളെ സ്വന്തമാക്കാമെന്ന് പറഞ്ഞൊരു ഫോട്ടോ പോയിന്റ് ഉണ്ട്. നമുക്കിവിടെ നിന്ന് ഫാമിലിയായിട്ട് ഫോട്ടോ എടുക്കാം. അപ്പോൾ തന്നെ അവർ ലാമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത് തരും. അതിന് 100 രൂപ മുതലാന്ന് തോന്നുന്നു ചാർജ് ഈടാക്കുന്നത്. അതുപോലെ ഇവിടെ ഇങ്ങനെ കൈനോട്ടക്കാരുണ്ട്, ലോട്ടറി കച്ചവടക്കാരുണ്ട്. ഇത് സിംഗിൾ ഡെക്ക് ബോട്ട്. ഇത് എത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഒന്നും അറിയില്ല. നല്ല രസമാണ്. ഞാൻ മുന്നേ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട്, പ്രാവശ്യം കയറിയില്ല. വളവട്ടണം പുഴയാണ് ഇത്. വളവട്ടണം പുഴയിലാണ് ഈ ബോട്ട് സർവീസ് ഉള്ളത്. വളവട്ടണം പുഴ സൈഡിലാണ് ഈ പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് രാവിലെ തന്നെ നല്ല തിരക്കുണ്ട് ബോട്ട് സർവീസിന്. നല്ലപോലെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നൊക്കെ കാണാം. ഈ തിരക്കൊട്ടും കുറഞ്ഞിട്ടില്ല അമ്പലത്തിൻ്റെ അകത്ത്. ഇത് പ്രസാദ വിതരണം നടത്തുന്ന സ്ഥലമാണ്. ഇത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥലമാണ്. പുരുഷന്മാർക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഈ സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് പോകണം. സ്ത്രീകൾക്ക് ഇരിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു വണ്ടിയിൽ തള്ളിക്കൊണ്ടുവന്നിട്ട് കൊടുക്കും. നമ്മളിങ്ങനെ ക്യൂ നിന്നിട്ട് ഇവിടുന്ന് വാങ്ങണം. അവിടെ ബെഞ്ചിട്ടിട്ടുണ്ട്, ബെഞ്ചിൽ പോയിരുന്ന് കഴിക്കാം. പിന്നെ പയറ് പുഴുക്കും തേങ്ങാക്കൊത്തും ചായയും. ഇതാണ് മുത്തപ്പൻ്റെ ഇവിടെ വരുന്ന എല്ലാവർക്കുമുള്ള പ്രസാദം. അത് എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ രാത്രി 8:30 വരെ കൊടുക്കുന്നുണ്ട്. ഞാൻ പയർ വാങ്ങി ചായ വാങ്ങി കഴിച്ചു. ചായ കഴിച്ചതിന് ശേഷം ഗ്ലാസ് ഇവിടെ വെക്കാൻ വേണ്ടി ഒരു ട്രേ ഉണ്ട്, അതിൽ വെക്കണം. പിന്നെ നമ്മുടെ കഴിച്ചതിൻ്റെ ഇല ഇടാൻ വേണ്ടി ഒരു വേസ്റ്റ് ബിന്നുണ്ട്. എല്ലാവരും വേസ്റ്റ് ബിന്നിൽ തന്നെ ഇലയിട്ട് സഹകരിക്കണം. ഇന്ന് ഭയങ്കര തിരക്കാണ്. എന്തെങ്കിലും വിശേഷം ഉണ്ടോയെന്നറിയില്ല ഇന്നത്തെ ദിവസത്തിന്. പ്രസാദം കഴിച്ച് നേരെ താഴോട്ട്. ഇത് കുത്തനെയുള്ള മരത്തിൻ്റെ സ്റ്റെപ്പാണ്, ശ്രദ്ധിക്കണം. തെന്നിയുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഇതാണ് പ്രസാദം കൊടുക്കുന്ന സ്ഥലം. അതവിടെ സമയമൊക്കെ എഴുതി വെച്ചിട്ട് 7 മണി മുതൽ വൈകിട്ട് 8 മണി വരെ. ഇത് ചോറൂണ് നടത്തുന്ന കുട്ടികളെ ചോറൂണ് നടത്തുന്ന സ്ഥലമാണ്. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 4 മണി വരെ എല്ലാ ദിവസവും ഉണ്ട് ചോറൂണ്. പിന്നെ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫുള്ള് കടകളാണ്. പിന്നെ കളിപ്പാട്ടങ്ങൾ, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളാണ്. നമ്മൾ കുട്ടികളൊക്കെ കൂട്ടി വരുവാണെങ്കിൽ നമ്മളെ പോക്കറ്റ് കാലിയാവാണ്ട് നോക്കണം. ഐസ്ക്രീം ആയാലും എന്തായാലും കുട്ടികൾക്കുള്ള സാധനങ്ങൾ തന്നെയാണ് ഫുള്ള്. കളിപ്പാട്ടങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട്. ഹോട്ടലുണ്ട്, കളിപ്പാട്ടമുണ്ട്, പിന്നെ ഐസ്ക്രീമുണ്ട്, തുണിയുണ്ട്, ലോട്ടയുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇഷ്ടംപോലെ കടകളുണ്ട്, നല്ല വിലയുണ്ട് സാധനങ്ങൾക്കൊക്കെ. എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി ഇങ്ങനെ നോക്കി നേരെ അവിടെ നിന്നൊരു ലോട്ടറി എടുത്തു, ഓണം ബമ്പർ. പിന്നെ ഇവിടെ തന്നെ ഇവിടുന്ന് ചെത്തുന്ന കള്ള് ഇവിടെ കിട്ടുന്നൊരു ഷാപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:50. ഇനി നേരെ കണ്ണൂരിലേക്ക് പോകണം. ഇവിടുന്ന് ഈ പറശ്ശിനിക്കട അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് വിസ്മയ പാർക്ക്. ഈ പറശ്ശിനിക്കട അമ്പലത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു 1 ഡേ ട്രിപ്പായിട്ട് തന്നെ പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ തലേന്നാൾ വരാം. ഇവിടെ ഇഷ്ടംപോലെ ലോഡ്ജ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ മുത്തപ്പനെ തൊഴുതിന് ശേഷം ബോട്ട് സർവീസ് നടത്താം. അതിനുശേഷം വിസ്മയ പാർക്കിൽ വരാം. അതിനോട് തൊട്ട് തന്നെയാണ് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കും സൂവും. സ്നേക്ക് പാർക്ക്, സൂ. അതുപോലെ ഇവിടെ പ്രവേശന വിസിറ്റിംഗ് ടൈം 8 മുതൽ രാത്രി വൈകിട്ട് 6 മണി വരെയാണ്. അവിടുത്തെ ടിക്കറ്റ് ചാർജ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് ഫ്രീ ആണ്. 4 വയസ്സിന് താഴെയുള്ളവർക്കും ഫ്രീ ആണ്. 12 വയസ്സ് വരെയുള്ളവർക്ക് 30, ബാക്കിയുള്ളവർക്ക് 40. അങ്ങനെ തിരിച്ച് വൈകിട്ട് ചീമേനി അമ്പലത്തിലൊന്ന് കയറി അവിടുന്ന് നേരെ കയ്യൂർ വഴി ചായവും വന്ന് ചായത്തുനിന്ന് നേരെ കുന്നംകൈ ഭീമടി വെള്ളരിക്കുണ്ട്. അങ്ങനെ ഒരു 7:30 വീട്ടിലെത്തി.